നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിണറായി വിജയനും അയാളുടെ ഭാര്യയുള്ള കമലയായാലും അയാളുടെ മകളായുള്ള വീണയായാലും അയാളുടെ മകനായുള്ള കിരണായാലും ഇവരൊക്കെ ജയിലറയ്ക്കുള്ളിൽ പോകുന്നതും കാത്തിരിക്കുന്ന മലയാളി സമൂഹം ഒരു വലിയ രീതിയിൽ തന്നെയുണ്ട്. നമ്മൾക്കറിയാം, കാട്ടുകള്ളനായിട്ടുള്ള വീരപ്പൻ പോലും നാണിച്ചു പോകുന്ന രീതിയിൽ കട്ടുമുടിച്ചും പലതരത്തിലുള്ള കൊള്ളരുതായ്മകളും തെമ്മാടിത്തരങ്ങളും കാട്ടി അടക്കി ഭരിക്കുന്ന പിണറായി വിജയൻ, അയാൾ എറിഞ്ഞു കൊടുക്കുന്ന കിറ്റ് നക്കിക്കൊണ്ട് താൽക്കാലികമായിട്ട് ആശ്വാസം കണ്ടെത്തി ചിറിനക്കിപ്പട്ടി ഇലനക്കിപ്പട്ടി എന്നൊക്കെ പറയുന്ന പോലെ വെറും തെരുവ് പട്ടികളുടെ വില പോലും ഇല്ലാത്ത മലയാളികൾ അയാളെ വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു. അതിൽ ഏറ്റവും മൃഗീയമായിട്ട് തന്നെ ഹിന്ദുക്കൾ പൂർണ്ണമായിട്ടും ഇയാൾക്ക് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പരമൊരു തരം താഴ്ച ഇനി ഹിന്ദുവിന് വരാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കഴിഞ്ഞ മണിക്കൂർ നമ്മളെല്ലാവരും കണ്ടതാണ് പിണറായി വിജയന്റെ ലാവ്ലിൻ കേസായാലും പിണറായി വിജയനും സ്വപ്ന സുരേഷും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസായാലും പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള SFIO അന്വേഷിക്കുന്ന SFIO എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഈ SFIO അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയായിട്ടുള്ള ആരോപണ വിധേയമായിട്ടുള്ള മകളായാലും ഇനി ഇതിന്റെയൊക്കെ വിദേശത്തിരുന്ന് എല്ലാത്തിന്റെയും നിയന്ത്രിക്കുന്ന പിണറായി വിജയന്റെ മകനുള്ള കിരണായാലും ഇവർക്കെതിരേക്ക് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടന്നു എന്നുള്ള വാർത്ത നമ്മൾ കാണാറുണ്ട്. പക്ഷെ എല്ലാത്തിൽ നിന്നും പിണറായി വിജയൻ സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് ഊരിപ്പോരുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജനൻ ടിവിയുടെ നട്ടലായിട്ടുള്ള അദ്ദേഹം ഇട്ട രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. 2-3 ദിവസം മുൻപ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് ആദ്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അത് വരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതിനുശേഷം ഇന്ന് അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അതിൽ കൃത്യമായിട്ടും വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. നമുക്ക് നോക്കാം. അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും അയാൾ മുഖ്യ പ്രതിയാണ്. അയാൾ എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ്. നമ്മൾ പേര് പറയാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടും കസ്റ്റംസും EDയും അയാളെ ഒരു ചുക്കും ചെയ്തില്ല. മാത്രമല്ല അയാളുടെ കുടുംബവും കടത്തലിന്റെ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. പണി ചെയ്യാതെ കോടികൾ കമ്മീഷൻ അടിച്ച കേസിലെ അന്വേഷണവും വഴിമുട്ടിയില്ലേ? അതായത് പിണറായി വിജയന്റെ മകളെ ഉദ്ദേശിച്ചാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിലും സ്വർണം കണ്ടാൽ കമിഴ്ന്ന് വീഴുന്നവന് വിഹിതം കിട്ടിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പ്രമാദമായ മറ്റൊരു അഴിമതി കേസിൽ സുപ്രീം കോടതി അടയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നോക്കൂ, ലാവ്ലിൻ കേസ്, പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസ് എത്രയോ വർഷങ്ങളായി വിധി ഇങ്ങനെ മാറ്റിവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ ലാവ്ലിൻ കേസ് വിളിക്കുന്നത് എന്തിനെന്നറിയാമോ? അടുത്ത മാറ്റിവെക്കുന്ന ഡേറ്റ് പറയാൻ വേണ്ടി മാത്രമായിരിക്കുന്നു. അത്തരത്തിൽ ഇനി പറയുന്നു, അടുത്ത് വരുന്നു, കേരള രാഷ്ട്രീയത്തെ ദുർഗന്ധപൂരിതമാക്കാൻ ഈ മാലിന്യം അധികാരത്തിന്റെ ഉത്തുംഗങ്ങളിൽ ഇരിക്കണമെന്ന് ആർക്കാണ് വാശി? മറ്റൊരു പാർട്ടിയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നാറിയെയും അയാളുടെ നശിച്ച പാർട്ടിയെയും കുടുംബത്തെയും കേരളത്തിൽ ചുമക്കുന്നതെന്ന സ്ഥിരം നറേറ്റീവ് ദഹിക്കുന്നതല്ല. എത്രയെത്ര പേരെ കൊന്നു തള്ളിയതിന്റെ മാസ്റ്റർ മൈൻഡ് അവരുടെ കുടുംബത്തോടുള്ള സഹതാപം മുൻനിർത്തിയെങ്കിലും ഇയാളെ ചുരുട്ടിക്കൂട്ടാനുള്ള ശേഷി പ്രകടമാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? കൊള്ളയും കൊലപാതകവും ഹോബിയാക്കിയവൻ ജനാധിപത്യത്തിന് നേരെ പല്ലിളിച്ച് കാണിക്കുന്നതിന്റെ വിപത്ത് ബോധ്യപ്പെടാത്തതാണെന്ന് കരുതുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അതര വ്യായാമമല്ല വേണ്ടത്. കേരളത്തിലെത്തുമ്പോൾ കവാത്ത് മറക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അല്ല വേണ്ടത്. ഏത് കൊലകൊമ്പനെയും തളയ്ക്കാനുള്ള പ്രാപ്തിയും ഇച്ഛാശക്തിയും നിയമത്തോട് ബഹുമാനവുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ആവശ്യം. നീതിക്കായുള്ള പോരാട്ടം പുരപ്പുറത്ത് കയറിയിട്ടുള്ള പ്രസംഗങ്ങളായി ഒടുങ്ങരുത്. ജനകോടികളുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുത്. നെല്ലിപ്പലക കണ്ടതുകൊണ്ടാണ് പറയുന്നത്. കാര്യം നേടാനായി കുമ്പിടുന്ന ദുർമേധസ്സിനെ ചവിട്ടി പുറത്താക്കണം. ഇനിയും അമാന്തിച്ചാൽ അയ്യപ്പൻ പോലും പൊറുക്കില്ല. ഇതാണ് അനിൽ നമ്പ്യാർ കഴിഞ്ഞ 2-3 ദിവസം മുൻപ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെ തുടർന്ന് അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നും ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇങ്ങനെ പറയുന്നു അദ്ദേഹം, 2 ദിവസം മുൻപ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലെ ഉള്ളടക്കം ശരിവെക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പിണറായിയിലും കുടുംബത്തിലും അന്വേഷണത്തിന്റെ കുന്തമുനയെത്തുമ്പോൾ കേരളത്തിലെ കേന്ദ്ര ഏജൻസികൾക്ക് മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണാവോ പിണറായിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത്? ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിന്റെ അവസ്ഥ എന്താണ്?
വിവേകിന്റെ അമ്മായിയപ്പനെതിരെയുള്ള AI ക്യാമറ പർച്ചേസ് സ്കാം ആവിയായി പോയോ? ED ഓഫീസിൽ ക്യാമറകളെ വെട്ടിച്ച് ഓടിക്കയറിയ പിണറായിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ഒരു രോമത്തിൽ പോലും തൊടാതിരുന്നത് എന്തുകൊണ്ടാണ്? മുക്കിയതെല്ലാം പുറത്തു വരുന്നുണ്ട്. സകുടുംബം കൊള്ള നടത്തിയവരെ പൂട്ടാനുള്ള അസംഖ്യം തെളിവുകൾ ഉണ്ടായിട്ടും കസ്റ്റംസും EDയും CBIയും ചെറുവിരൽ അനക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നവർ സ്വാമി അയ്യപ്പന്റെ സ്വത്തുവകകൾ കൂടി അടിച്ചു കൊണ്ടുപോയി തൂക്കി വിറ്റിട്ടും കൊള്ള സംഘത്തലവനെ കയറൂരി വിടുന്നതിലെ സാങ്കത്യം മനസ്സിലാവുന്നില്ല. കള്ളനെ കഞ്ഞിവെച്ചവരെയും കൽത്തുറങ്കിലടയ്ക്കണം. സമൻസ് കിട്ടിയിട്ടും പിണറായിയുടെ മകൻ ED ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാവാതിരുന്നത് എന്തുകൊണ്ടാണ്? തുടർ നടപടികളിലേക്ക് ED കടക്കാതിരുന്നത് എന്തുകൊണ്ട്? ആരാണ് പിണറായി കുടുംബത്തിന്റെ സംരക്ഷകർ? നോക്കൂ, വലിയൊരു ചോദ്യമാണ് അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തിയിരിക്കുന്നത്. ഈ ചോദ്യം ഓരോ മലയാളിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും പിണറായി വിജയനെതിരെ, അയാളുടെ ഭാര്യക്കെതിരെ, അയാളുടെ മകനെതിരെയും മകളെതിരെയും നോക്കൂ, ഇന്ന് രാവിലെ എല്ലാ തെളിവുകളും രംഗത്തുണ്ടായിട്ടും ഇയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ ആർക്കാണ് ഇത്ര ഭയം എന്നുള്ളത് ഉറക്കെ ചോദിക്കേണ്ടതുണ്ട് നമ്മൾ. കാരണം നായ്ക്കൾ വിശന്ന് വലഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റ് പോലെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ BJP ആയാലും മറ്റേതൊരു ഈ പറയുന്ന പിണറായി വിജയനെതിരെ നിലനിൽക്കുന്ന ആരായാലും അവർ എറിഞ്ഞു തരുന്നത് അതും നക്കിക്കൊണ്ട് മിണ്ടാതിരിക്കാൻ ഇനിയും നമ്മൾ ശ്രമിക്കരുത്. കാരണം കൃത്യമായിട്ടും അനിൽ നമ്പ്യാർ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കുക തന്നെ വേണം. ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ നിയമത്തിന്റെ വ്യവസ്ഥകളും നിയമസ്ഥിതികളും ഒക്കെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ പിണറായി വിജയനും അയാളുടെ കുടുംബത്തിലെ മകളും മകനും അടക്കമുള്ള ആളുകൾ വരെ പ്രതിപട്ടികയിലും അന്വേഷണത്തിന് പരിധിയിലും വന്നിട്ടും ഇവർക്കെതിരെ ഒന്നും ചെറുവിരൽ അനക്കാതെ എല്ലാം നിയന്ത്രിച്ചത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം എന്ന് മലയാളികൾ ചോദിച്ചു തുടങ്ങുന്നു അന്നേ ഈ ചെകുത്താന്റെ നാടായി മാറ്റിയിട്ടുള്ള ഈ നാടിനെ ദൈവത്തിന്റെ നാടായി നമ്മൾക്ക് മാറ്റാനാവുകയുള്ളൂ എന്നതാണ് ഈ യാഥാർത്ഥ്യം. കാരണം അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട സമയത്ത് മറ്റ് രാവിലെ ഇന്ന് എല്ലാ ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 വർഷം മുൻപ് പിണറായി വിജയന്റെ മകൻ കിരൺ വിജയന് സമൻസ് കൊടുത്തിട്ടുണ്ട് അത്രേ. ആരായെന്നറിയാമോ? കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED ആണ്. എന്നിട്ടോ ഈ 2 വർഷമായിട്ടും ഇയാൾ ഇതുവരെ ഹാജരായോ അതല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ എന്ത് എന്ന് ഒരാൾക്കും ഇതുവരെ അറിയില്ല. മാധ്യമങ്ങൾ പോലും അറിയുന്നത് ഇപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നും പറഞ്ഞ് വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പിണറായി വിജയനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അതല്ല, പിണറായി വിജയനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ BJPക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾ നേടാനുണ്ടെങ്കിൽ അതാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാനുമുള്ളൂ. അല്ലാതെ ലോകം കണ്ട ഒരു തിരുട്ടു കുടുംബം, ആ തിരുട്ടു കുടുംബത്തെ ഇനിയും സംരക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെ ചവിട്ടിയരച്ചാലും വേണ്ടില്ല, ഇവിടെയുള്ള ക്രിസ്ത്യാനിയെ ചവിട്ടിയരച്ച് മെതിച്ച് നശിപ്പിച്ചാലും വേണ്ടില്ല, അവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, അവരെ ഞങ്ങൾ സംരക്ഷിക്കും, എന്ത് വില കൊടുത്തുമെന്ന് ഏതെങ്കിലും ഈ പറയുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് ജീവിക്കുന്ന ഇവിടത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരോ വലിയ ഉന്നതന്മാരോ ഉണ്ടെങ്കിൽ അവരെ നിലക്കി നിർത്താൻ, അവർക്കെതിരെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ഓരോ മലയാളിയും ഈ നരഭോജി കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും രംഗത്ത് വരണമെന്ന് ഉറക്കെ പറയുകയാണ്. അനിൽ നമ്പ്യാർ ഉന്നയിച്ച ഈ ചോദ്യങ്ങളിൽ കൃത്യമായി കഴമ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഓരോ മലയാളിക്കും അറിയാം. ഇനി വരും നാളുകളിലെങ്കിലും ഈ തിരുട്ടു കുടുംബത്തെ, കാരണം നമ്മൾക്കറിയാം എത്രയോ തിരുട്ടു കുടുംബങ്ങൾ, ചിദംബരം അടക്കമുള്ള അതല്ലെങ്കിൽ കരുണാനിധി അടക്കമുള്ള ജയലളിത അടക്കമുള്ള ഒരുപാട് തിരുട്ട് രാക്ഷസന്മാരെയൊക്കെ ജയിലിൽ അടച്ച പാരമ്പര്യമുള്ള ഈ ഇന്ത്യയിൽ ഇത്രയും ആനുകൂല്യം നേടിയ ഒരു തിരുട്ടു കുടുംബം ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ആരാണ് ഈ തിരുട്ടു കുടുംബത്തെ ഇത്ത കണ്ട് സംരക്ഷിക്കുന്നതെന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും കിട്ടിയേ തീരൂ. അതല്ലാതെ എല്ലാ കാലത്തും മണ്ടൻ മലയാളി എന്ന ലേബലിൽ ഇവിടത്തെ മലയാളികളെ പറ്റിക്കാൻ, എന്നാലോ പ്രബുദ്ധനാണ് ഞാനെന്ന് ധരിച്ചു നടക്കുന്ന ഇവനെ പറ്റിക്കാനും എളുപ്പമാണ് എന്നിരിക്കെ ഇനിയും മലയാളി നിന്നെ പറ്റിക്കാൻ നീ ഇട കൊടുക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.